അർബുദം ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും മനക്കരുത്ത് കൊണ്ട് അതിനെ തോൽപ്പിച്ച കപ്പുച്ചിൻ വൈദികൻ സിറിൽ ഇമ്മാനുവലിൻ്റെ വിയോഗവാർത്ത കണ്ണീരോടെയാണ് എല്ലാവരും കേട്ടത്. രോഗതീവ്രതയിലും ഫാദർ സിറിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും ഇനിയും തനിക്കായി പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വയോവൃദ്ധയായ കന്യാസ്ത്രീ തെരേസ വടക്കേടത്തിന് അയച്ച ഒരു വോയിസ് മെസ്സേജ് വൈറലായിരുന്നു. 71കാരിയായ ഈ സന്യാസിനി ക്യാൻസറിൽ നിന്നും ഫാദർ സിറിലിൻ്റെ പ്രാർത്ഥനയാൽ വിമുക്തി നേടിയ ഒരാൾ കൂടിയാണ്. അകാലത്തിൽ പൊലിഞ്ഞ ഈ വൈദികൻ്റെ ആ വീഡിയോയ്ക്ക് സിസ്റ്റർ തെരേസ പ്രതികരണമെന്നോണം നൽകിയ ഓഡിയോ സന്ദേശവും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഞാനറിയുന്ന സിറിൽ അച്ഛനെ പറ്റി 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കാളികാവിലായിരുന്നപ്പം അച്ഛനും കാളികാവിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം അച്ഛൻ പാരീഷിൽ കുർബാനയെല്ലാം വന്നു. ഞങ്ങളും പാരീഷിൽ പോയി ആ കുർബാന അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ കുർബാന കഴിഞ്ഞപ്പം പറഞ്ഞു, ഞാനിന്ന് നിങ്ങളുടെ കോൺവെൻറ്റിൽ വരുക ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പോരെ അച്ഛാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു കൈ ഒടിഞ്ഞ് ആക്സിഡൻറ്റിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ 3 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ശരിയായില്ല, ജോയിൻ ആയില്ല. സോ എനിക്ക് ഇടത്ത് കൈയാതെ എനിക്ക് ആ കൈ കൊണ്ടൊന്നും ചെയ്യത്തില്ല. അപ്പം ഞാൻ അച്ഛനെയും കൂട്ടി കോൺവെൻറ്റിലോട്ട് പോന്നു. മറ്റൊരു 2 പേരേ ഉള്ളായിരുന്നു. അവർ പള്ളിയിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അവർ പള്ളിയിൽ നിന്നു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സിറിലച്ഛനോട് പറഞ്ഞു, അച്ഛനറിയാലോ എൻ്റെ കൈ മേലാന്ന്. ഞങ്ങൾ സാധാരണ കുർബാന കഴിഞ്ഞ് വന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അതിനെന്നാ ഞാനുണ്ടാക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ആട്ടയൊക്കെ എടുത്ത് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് മുട്ട ചോദിച്ച് ഞാൻ മുട്ട എടുത്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഓംലെറ്റും ഉണ്ടാക്കി. സിസ്റ്റേഴ്സ് വന്നപ്പോഴത്തേന് ടേബിൾ തയ്യാറായി, ചപ്പാത്തിയും ഓംലെറ്റും തയ്യാറായി ടേബിളെ വെച്ചു. അതാണ് സിറിലച്ഛൻ. വെരി സിമ്പിൾ മാൻ. അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ്. കാരണം എനിക്ക് കൈമേലല്ലോ. അതെന്നാ ഒന്നും വിചാരിക്കാതെ സ്വന്തം പോലെ. അതാണ് ഫ്രാൻസിസ്കൻ വേ ഓഫ് ലൈഫ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് നാൾ. അത് കഴിഞ്ഞ് ഒരു ദിവസം എനിക്ക് എന്തോ ഇങ്ങനെ ഒരു വിഷമം തോന്നി. ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു ബയോപ്സിയൊക്കെ എടുക്കേണ്ടി വന്നു. അപ്പം ബയോപ്സി എടുത്തപ്പം അത് ക്യാൻസർ ആണെന്നുള്ള റിപ്പോർട്ട് കിട്ടി. റിപ്പോർട്ട് കിട്ടുന്ന വേറെ ഒരു സ്ഥലത്താണ്. കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഡോക്ടറിനെ കാണാൻ പോകണം. അപ്പം ആ രാത്രിക്ക് ഞാൻ ഒരുത്തരോടും പറഞ്ഞില്ല ഇത് ക്യാൻസർ ആണെന്നുള്ളതാണെന്ന്. അവരൊക്കെ ചോദിച്ചു. അവരുടെ കയ്യിൽ ആ റിപ്പോർട്ട് കിട്ടിയത്, പക്ഷെ അവരെൻ്റെ കയ്യിൽ തന്നു. അവർക്ക് മനസ്സിലായില്ല. എനിക്കത് കണ്ടതേ മനസ്സിലായി ഇത് ക്യാൻസറാണ്. അപ്പം അന്ന് എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഞാനൊന്നും പറഞ്ഞില്ല ആരോടും. പക്ഷെ രാത്രിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി പെട്ടെന്ന്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു സ്ഥിതി. ഇപ്പം 12 മണിയായപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു. എന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് ഒരു പോള കണ്ണടയ്ക്കത്തില്ല, അങ്ങനെ ക്യാൻസർ ആണെന്ന് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ കൺഫേം ആക്കിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ഛന് അറിയാമെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛനത് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് അത് പ്രാർത്ഥിക്കുന്നതെന്ന്. അത് ഭയങ്കര അച്ചട്ടാണ്. എനിക്കത് ഭയങ്കര അച്ചട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ഈ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറയുമ്പോൾ. അപ്പം അച്ഛൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങി. നേരം വെളുത്തപ്പോൾ എൻ്റെ ആ ടെൻഷൻ അങ്ങ് മാറി, എനിക്ക് ശാന്തതയായി. ഞാൻ പിറ്റേ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് പോയി. ഡോക്ടർ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞതേ മുഖമെല്ലാം അങ്ങ് വാടി എന്നെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ലേ ഡോക്ടറെ? എന്നാ സിസ്റ്റർ അങ്ങനെ പറയുന്നത്? കുഴപ്പമില്ലെന്ന് മനസ്സിലായോ ഇത് എന്നതാണെന്ന്? ഞാൻ പറഞ്ഞു, അതെ ക്യാൻസറാ. അന്നേരം ഡോക്ടർ സർപ്രൈസായി. അതിനാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ അക്സെപ്റ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ഫാസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കണമല്ലോ. അതൊരു 19-ാം തീയതി ആയിരുന്നു, ഡിസംബർ 19, 2019.
അപ്പം പ്രൊവിൻഷ്യാൾ തീരുമാനിച്ചു ഫ്ലൈറ്റിന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചണ്ടേരി കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ. അപ്പം 23-ാം തീയതിക്കത്തേന് അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങോട്ട് അയച്ചു. അപ്പോൾ എനിക്ക് 2 ദിവസമേ ഉള്ളൂ. അപ്പം ഞാൻ പോരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ സെറിലച്ചനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ ഫ്ലൈറ്റിന് പോവുക, ട്രീറ്റ്മെൻറ്റിന് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ സെറിലച്ചൻ എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട സിസ്റ്ററെ, പറ്റുന്ന ദിവസം മുതൽ സങ്കീർത്തനം 1 മുതൽ വായിക്കാൻ തുടങ്ങണം. ഒരെണ്ണം വായിച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് ഡേ വായിക്കണം. എന്നിട്ട് അങ്ങനെ 150 വരെ വായിച്ച് അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് 1 പോകണം. അങ്ങനെ സങ്കീർത്തനം വായിച്ചാൽ മതി, ക്യാൻസർ ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് നല്ലപോലെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ചണ്ടേരി വന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഞാനത് തുടങ്ങി. എന്നിട്ട് ക്യാൻസറാ റിപ്പോർട്ട് കേരളത്തിൽ നിന്നുള്ളത് വന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ റേഡിയേഷൻ ചെയ്യാൻ തുടങ്ങി. 16 റേഡിയേഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പം എനിക്ക് കീമോതെറപ്പി തുടങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം ആ 150-ാമത്തെ സങ്കീർത്തനം വായിച്ച ദിവസം ഡോക്ടർ എന്നോട് പറയുന്നു, കീമോതെറപ്പി വേണ്ട സിസ്റ്ററിന്, കുഴപ്പമൊന്നുമില്ല, മരുന്നെടുത്താൽ മതി എന്ന് പറഞ്ഞു. എനിക്കുണ്ടായ സന്തോഷം. എനിക്ക് കീമോതെറപ്പിയോട് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ കീമോതെറപ്പി ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്തു. 3 മാസം കൂടുമ്പം ചെക്കപ്പിന് പോയി. പിന്നെ 6 മാസമാക്കി. അങ്ങനെ പോയി. ഇപ്പം 4 കൊല്ലമായി. ഞാൻ അവിടുന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ അടുത്തുള്ള വേറെ ഒരു കമ്മ്യൂണിറ്റി ഇല്ല. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ സെറിലച്ചനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ടിപ്പോൾ 4 കൊല്ലം കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, മരുന്ന് നിർത്താമെന്ന് പറഞ്ഞു. ക്യാൻസർ ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ക്യാൻസർ ഇല്ല എന്നുള്ളത് കൺഫേം ആയായിരുന്നു നേരത്തെ തന്നെ. അതുപോലെ എനിക്ക് ഈ വചനത്തോട് ഭയങ്കര ഒരു ഉന്മേഷം തോന്നിയത് അത് കഴിഞ്ഞ പിന്നെ. ഞാൻ അത് കഴിഞ്ഞ പിന്നെയും സങ്കീർത്തനം എന്നും വായിക്കുന്നുണ്ട്. 5 എണ്ണമെങ്കിലും വായിക്കും എന്നും. വായിക്കാൻ കയ്യെ കൊണ്ട് പിടിക്കത്തില്ല ബൈബിള്. അതുകൊണ്ട് ഞാൻ ഓഡിയോ കേൾക്കും, അതിൻ്റെ മലയാളം ഓഡിയോ കേൾക്കും. എന്നിട്ട് ക്യാൻസർ ഉള്ളവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ സിറിലിനോടും പറഞ്ഞായിരുന്നു, സിറിലെ വീട്ടിലുള്ളവരോട് എല്ലാവരോടും പറ, സങ്കീർത്തനം വായിക്കാൻ പറ, ശരിയായിക്കോളും എന്നെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ സിറിലിനെ ഓഫർ ചെയ്ത് എന്നും ഈ സങ്കീർത്തനം വായിക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം പെട്ടെന്ന് ഇങ്ങനെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോകേണ്ടി വന്നതിൻ്റെ ആ വിഷമമുണ്ട്. എന്നാലും ആ അവസാനത്തെ 31st ആ ആശീർവാദവും 2-3 വേർഡ് പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ദൈവത്തിൻ്റെ ഒരു വിധി അങ്ങനെയായിരുന്നെന്ന് വിചാരിക്കാം. നല്ല എളിമയുള്ള ജനറസ് ആയിട്ടുള്ള ടിപ്പിക്കൽ ഫ്രാൻസിസ്കൻ ആയിരുന്നു സിറിൽ. ഒരു പൂർ ലൈഫ് ഹി ലെഡ്. ഹി വാസ് സോ ഹോളി and I think he will be holy in heaven, and one day all will be surprised to see our Cyril is a holy person, a saint. So നമുക്ക് സിറിലിനോട് പ്രാർത്ഥിക്കാം, ദൈവത്തിന് നന്ദി പറയാം സിറിലിൻ്റെ എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി.